പൂച്ച പാൽ കുടിക്കുമ്പോൾ പൂച്ച അറിയില്ലെന്ന്, പൂച്ച നോക്കുമ്പോൾ ആരും അറിയുന്നില്ല, എല്ലാം അറിയുന്നുണ്ട്. കോൺട്രാക്ടർമാരെ വട്ടം ചുറ്റിക്കാൻ വേണ്ടി ക്ലറിക്കൽ മിസ്റ്റേക്ക് വരുത്തുന്ന ക്ലർക്കുമാരോട് ഞാൻ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ കസേരയിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഇതവിടെ പോകുമ്പോൾ അവരുടെ ജന്മത്ത് പാസ്സാവുകയില്ല. നാലാമത് അങ്ങനെ നമ്മൾ സീറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെ മേയറുടെ മുറിയിലേക്ക് വന്നു. മറ്റേ 3 സീറ്റിലും കുഴപ്പമില്ലായിരുന്നു, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അവരെ അങ്ങനെ കോൺട്രാക്ടർമാരെ കണ്ണീരും കയ്യുമായിട്ട് കയറി ഇറക്കുവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സമയത്ത് കൂട്ടു നിൽക്കുന്നില്ല എന്ന് ഞാൻ പറയുക. ഞാൻ എന്ത് ചെയ്യണം? ഇന്നസെന്റ് ചോദിച്ചോളൂ, കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടണോ, ഞാൻ വർക്ക് ഇന്നലെ ചെയ്യണോ, കാറ് കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്തിനാ കാല് പിടിക്കണത്? എന്തിന് മേയറുടെ മുമ്പ് എത്തോളം മേയറത്തിന് മുമ്പ് എന്നിട്ട് ഒരു ബില്ല് പാസ്സാക്കാൻ തൊഴേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങളുടെ അവകാശമാണ്, അത് എൻ്റെ ഔദാര്യമൊന്നുമില്ല. ഞാൻ ചെയ്തു കൊടുക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ചെയർമാൻ ഉണ്ടാകും, പിന്നെ ചിലർ ചിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ആശങ്ക ഉണ്ടാവില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശങ്ക ഇല്ലെന്നേ. ഇത് ഏത് ലോകത്ത് ഇത് വളരെ പ്രശ്നമാണ്. ജനങ്ങൾ നാട് ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്. പിന്നെ കോൺട്രാക്ടർമാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാർ ഡ്രൈവ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇത് ഏത് ലോകത്ത് ഇത് വളരെ പ്രശ്നമാണ്. ജനങ്ങൾ നാട് ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയാണ്. രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കണം നാട് ഭരിക്കുന്നത്. എവിടെയെങ്കിലും അങ്ങനെ കോൺട്രാക്ടർമാരോ ഉദ്യോഗസ്ഥന്മാരോ നയിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സിസ്റ്റം അവസാനിച്ചിരിക്കുന്നതാണ് പറയാനുള്ളത്. രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങൾ ജയിപ്പിക്കുന്നത് നാട് ഭരിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റപ്പെടുത്തിയല്ല ഞാൻ വസ്തുതയാണ് സംസാരിക്കുന്നത്. ഇന്ന ഉദ്യോഗസ്ഥന് ഇന്നടത്ത് വെച്ച് തരണം എന്ന് കോൺട്രാക്ടർമാർ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ഒരു ബിൽഡർ വന്നിട്ട് ഇന്ന ഉദ്യോഗസ്ഥനെ ഇന്ന AEC ഇന്നടത്ത് വെച്ചേരണമെന്ന് മേയറോട് ആവശ്യപ്പെടാൻ കണക്കിലുള്ള ധൈര്യത്തിലേക്ക് നമ്മളെ സിസ്റ്റം അധപ്പതിച്ചിരിക്കുന്നുവെങ്കിൽ ആ സിസ്റ്റത്തെ അടിമുറി മാറ്റിമറിക്കണം. അങ്ങനെയൊന്നും ഒരു സിസ്റ്റം വിട്ടുകൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ കോൺട്രാക്ടർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്രണ്ടിങ് ചെയ്ത് ബഹുമാനപ്പെട്ട അദ്ദേഹം ഉണ്ടായിരുന്നാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ളൊരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണോ അതിന് ശേഷം നടന്ന എഞ്ചിനീയറിംഗ് സെക്ഷനിലെ മീറ്റിംഗ് ആണെന്ന് അറിയില്ല. ചില ക്ലർക്കുമാർക്ക് സ്ഥിരമായിട്ട് ക്ലർക്കൽ മിസ്റ്റേക്ക് വരും. കോൺട്രാക്ടർമാർ ബില്ല് കൊണ്ടു കൊടുക്കുമ്പോഴേക്കും ഒരു നമ്പർ മാറിപ്പോ അക്കൗണ്ടിന്റെ. ഇതെങ്ങനെയാണ്? ഞാൻ SCയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? എല്ലാവർക്കും അല്ല, ചില ക്ലർക്കന്മാർക്ക് കോൺട്രാക്ടർമാർ ബില്ലോ അവരുടെ ഡോക്യുമെന്റ്സ് കൊണ്ടു കൊടുക്കുമ്പോൾ ഒന്നേ മാറുള്ളൂ. അപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ 1 ഇട്ടത് 9 ആയിപ്പോയി, ഇല്ലെങ്കിൽ 8 ഇട്ടത് 0 ആയിപ്പോയി, അല്ലെങ്കിൽ 0 ഇട്ടത് 8 ആയിപ്പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ഇതവിടെ പോകുമ്പോൾ അവരുടെ ജന്മത്ത് പാസ്സാവുകയില്ല. അത് പിന്നെ പോയി എല്ലാ നൂലാമാലകളും കഴിഞ്ഞ് എല്ലാ ടേബിളിലും ഉള്ള മാമൂല കഴിഞ്ഞ് തിരിച്ചെൻ്റെ അടുത്ത് തന്നെ വരും. ഞാൻ ഒരു കാര്യം പറയാം, അത്തരത്തിൽ കോൺട്രാക്ടർമാരെ വട്ടം ചുറ്റിക്കാൻ വേണ്ടി ക്ലറിക്കൽ മിസ്റ്റേക്ക് വരുത്തുന്ന ക്ലർക്കുമാരോട് ഞാൻ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ കസേരയിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവുകയില്ല എന്ന് ഒരു ആശങ്കയ്ക്കും ഇടവരുത്താതെ വിധം മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അവർ ടാറും സിമന്റും മെറ്റലും കൊണ്ട് കഷ്ടപ്പെട്ട് രാത്രി മുതൽ പകലൂടെ ഇത്രയും ജോലിക്കാരെ സംഘടിപ്പിച്ച ജോലിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമയബന്ധിതമായി തന്നെ ഈ പേപ്പറുകളൊക്കെ പാസ്സായി കൊടുക്കണം. ഒരു ആശങ്കയും വേണ്ട, എല്ലാവരും പറയണ്ട. ഞങ്ങളുടെ ഈ ഇരിക്കുന്ന കോൺട്രാക്ടർമാരും ഇവിടെയുള്ള ബിൽഡർമാരും ഇവിടെയുള്ള എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെ കുറിച്ച്, മേയറിന്റെ സ്വഭാവത്തെക്കുറിച്ച്, കൗൺസിലർമാരുടെ ഇടപെടലിനെ കുറിച്ച്, മേയറുടെ ഇടപെടലിനെ കുറിച്ച്, ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലിനെ കുറിച്ച് ഒക്കെ തന്നെ പലതരത്തിലുള്ള പൂച്ച പാൽ കുടിക്കുമ്പോൾ പൂച്ച അറിയില്ലെന്ന്, പൂച്ച നോക്കുമ്പോൾ ആരും അറിയുന്നില്ല, എല്ലാം അറിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ സമൂഹത്തിൽ ഇടപെടുന്നതും ഞാൻ ബിസിനസ്സുകാരോട് ഇടപെടുന്നതും ഒക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന സ്വകാര്യ ചർച്ചകളെല്ലാം പറയുന്നുണ്ട്. 30-35 വർഷം കൊണ്ട് തിരുവനന്തപുരത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എനിക്ക് ഏറെക്കുറെ എല്ലാ വിവരവും കിട്ടുന്നുണ്ട്. ചില ട്രാൻസ്ഫറുകളും ചില അങ്ങോട്ടും ഇവിടെ സീറ്റ് മാറ്റിയൊക്കെ തന്നെ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഒന്നും അറിയാതെ മിണ്ടാതെ നമ്മളവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിയത് ഒരാൾ ഒരു സീറ്റ് മാറ്റി 3 സീറ്റ് മാറ്റിയപ്പോഴും അയാൾ അദ്ദേഹം ഹാപ്പി ആയിരുന്നു. ആ 3 സീറ്റിലും ഇരുത്തിയപ്പോഴേക്കും എനിക്ക് സഹിയായിട്ട് വൈകുന്നേരം ഒരു കല്യാണ സ്ഥലത്ത് പോകാൻ വയ്യ, ഒരു പാലുകാച്ച സ്ഥലത്ത് പോകാൻ വയ്യ, മേയർ എന്നുള്ള നിലയ്ക്ക് 4ാമത് അങ്ങനെ നമ്മൾ സീറ്റ് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറ്റിയപ്പോഴേക്കും നിറഞ്ഞ കണ്ണുകളോടെ മേയറുടെ മുറിയിലേക്ക് വന്നു. മറ്റേ 3 സീറ്റിലും കുഴപ്പമില്ലായിരുന്നു, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ശരീരാസ്വാസ്ഥ്യം അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് മേയറുടെ മുറിയിലേക്ക് വരിക, മേയറുടെ റൂമിൽ അവർക്ക് വരിക. കാരണം എല്ലാ സ്ഥലത്തുനിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് കോൺട്രാക്ടർമാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്തിനാണ് ബിൽഡർമാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിയമപരമായി നടക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവരുടെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, നടക്കില്ലെന്ന്. ഞാൻ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഞെട്ടിപ്പോയി. ജനുവരി മാസത്തിൽ ആറ്റുകാൽ പൊങ്കാലയുടെ കുറച്ച് ചർച്ച നടത്തിയപ്പോഴും പറയാ, കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചെയ്ത വർക്കിന്റെ പൈസ ഇതുവരെ കിട്ടിയില്ലെന്ന്. കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചെയ്ത വർക്കിന്റെ പൈസ പിന്നെ എങ്ങനെയാണ് പാവങ്ങളെ നിർബന്ധിക്കുന്നത്? ഞാൻ കേട്ടു 3%, 4%, 3 രൂപ, 5 രൂപ, 10 രൂപ പലിശയ്ക്ക് എടുത്തിരിക്കുന്ന ഏതെങ്കിലും കോൺട്രാക്ടർമാർക്ക്, ഇവരൊന്നും ടാറ്റയും പിള്ളയൊന്നും അല്ലല്ലോ,
കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവർ വല്ല താലി പണയം വെച്ചോ മാല പണയം വെച്ചോ എന്താ ഇവിടെ വസ്തു പണയം വെച്ചോ പൈസ കൊണ്ടുവരുന്നവരാണ്. അവരെ അങ്ങനെ കോൺട്രാക്ടർമാരെ കണ്ണീരും കയ്യുമായിട്ട് കയറി ഇറക്കുവാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതി കൂട്ടുനിൽക്കുന്നില്ല എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ പലരും ചോദിച്ചു മോണിറ്ററിംഗ് കമ്മിറ്റി എന്തിനാണെന്ന്. മോണിറ്ററിംഗ് കമ്മിറ്റി ഇല്ലായിരുന്നപ്പോഴേക്കും കൗൺസിലർമാർ ആരാണെന്നോലും കോൺട്രാക്ടർമാർക്ക് അറിയില്ല. അത് പറ്റില്ലല്ലോ. മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സഹപ്രവർത്തകരെ കൗൺസിലർമാരെ ജനങ്ങൾ തിരഞ്ഞെടുത്തവരെ അഡ്രസ്സ് ചെയ്യാതെ വിശ്വാസത്തിലെടുക്കാത്ത ഒരു ഭരണസമിതിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അപ്പം കൗൺസിലറൊക്കെ ഈ വാർഡിൽ യാതൊരു കാര്യവുമില്ല, ഞങ്ങളും കുറച്ച് ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ വാർഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ആ ധാരണ അസ്ഥാനത്താണ്. മോണിറ്ററിംഗ് കമ്മിറ്റി വരും, മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ചെയർമാൻ ഉണ്ടാകും. പിന്നെ ചിലർ ചിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ആശങ്ക ഉണ്ടാവണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശങ്ക ഇല്ലെന്നേ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശങ്ക മോണിറ്ററിംഗ് കമ്മിറ്റി വരുമ്പോൾ ഉണ്ടാവുകയില്ല, ഞാൻ ഉറപ്പ് വരില്ലേ. അങ്ങനെ ആശങ്ക ഉണ്ടാവില്ലെങ്കിൽ വന്നാൽ മതി, നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. ആ ആശങ്ക ഉണ്ടാവില്ല, ഒരു കോൺട്രാക്ടർമാർക്കും അങ്ങനെ ആശങ്ക ഉണ്ടാവില്ല. അങ്ങനെ ആശങ്ക ഉണ്ടാകുന്ന ഒരാളിന് അങ്ങനെ ഒരു ഘടകം ഞങ്ങൾ വെച്ച് തരുമോ? അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊന്ന് വിഷമം തോന്നരുത്, ഈ നിയമം നാട്ടിലുള്ളത് നടപ്പിലാക്കാനാണ്. എല്ലാ നിയമവും ഒറ്റയടിക്ക് നടപ്പിലാക്കി ഇരുമ്പ് ചട്ടയ്ക്കുള്ള ആക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അധികാരവും നിയമവും വളരെ കുറച്ചേ പ്രയോഗിക്കാവുള്ളൂ, നിവർത്തിയില്ലാത്ത സ്ഥലത്ത് മാത്രമേ പ്രയോഗിക്കാവുള്ളൂ. പക്ഷേ നിവർത്തി കെടുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞ് വർക്ക് തീർക്കാതെ മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കോൺട്രാക്ടർമാരെ, നമുക്ക് നടപടിയിലേക്ക് പോകേണ്ടി വരും. എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞിട്ട് മാസങ്ങളോളം വർഷങ്ങളോളം വർക്ക് ചെയ്യാതെ പൂർത്തിയാക്കാതെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് വളരെ വിനയപുരസരം പറയുകയാണ്. നിവർത്തികേടുകൊണ്ട് പ്രതിപക്ഷത്തായിരുന്നപ്പോഴേക്കും ഒരു വനിതാ കൗൺസിലറുടെ നിരന്തരമുള്ള വേദനയും കണ്ണുനീരും കണ്ടുകൊണ്ട്, ഒരു കോൺട്രാക്ടറുടെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടുകൊണ്ട് ഭരണസമിതി വന്നതിന് ശേഷം ആ കോൺട്രാക്ടറെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ തീരുമാനിച്ചു. ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താൻ വേണ്ടിയുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ കോൺട്രാക്ടർ അറിഞ്ഞു. പിന്നെ ഈ നാട്ടിലുള്ള പ്രധാനമന്ത്രി വഴി എല്ലാ നേതാക്കന്മാരെ കൊണ്ടും വിളിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇന്നസെന്റ് ചോദിച്ചോളൂ, കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടണോ, ഞാൻ വർക്ക് ഇന്നലെ ചെയ്യണോ, ടാറ് കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് ഞാൻ കോട്ട വിട്ടിട്ട് ഡയസിൽ കയറുന്നതിൻ്റെ ആ നിമിഷം വരെ ആ അജണ്ട മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു. എത്രത്തോളം അജണ്ട മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞു, അത്രത്തോളം ആവേശത്തിൽ അദ്ദേഹത്തെ കരിമ്പട്ടിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു മനസാക്ഷി കുത്തിന്റെ ആവശ്യമില്ല, അവിടെ. എന്തിനാണ്? കാരണം ആ വനിത, ആ കൗൺസിലർ രാത്രി ഉറക്കമില്ലാതെ 2023, 2025, 2024 ഈ ഒരു റോഡ് ടാർ ചെയ്യിക്കാൻ വേണ്ടി ആ കൗൺസിലറെ നിരന്തരം വിളിച്ച് അവർ കരഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ കണ്ടാ, നേരിട്ട് കണ്ടതാ. അങ്ങനെ ഒരു ടീം ഇരുന്നപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാ എന്തിനാ അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യം, എന്തിനാണ് അവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് എന്തിനാ കാല് പിടിക്കണത്? എന്തിന് മേയറുടെ മുമ്പ് മേയറത്തിന് മുമ്പ് എന്നിട്ട് ഒരു ബില്ല് പാസ്സാക്കാൻ തൊഴേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങളുടെ അവകാശമാണ്, അത് എൻ്റെ ഔദാര്യമൊന്നുമില്ല. ഞാൻ ചെയ്തു കൊടുക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെയാണ് തൊഴേണ്ടത്. അത് പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എഗ്രിമെന്റ് പീരീഡ് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏത് സമയം തീരുമാനിച്ചാലും അടുത്ത ആക്ഷനിലേക്ക് ഞങ്ങൾ പോകും. അവിടെ പിന്നെ വിഷമം ഉണ്ടായിട്ട് കാര്യമില്ല. പല പോയിന്റുകളും ഇതിൽ സംസാരിക്കണമെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെലക്ഷൻ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് വൈകുന്ന എന്നുള്ള പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെലക്ഷൻ നോട്ടീസ് പലരും കൈപ്പറ്റാനും താമസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം കൈപ്പറ്റായിരുന്നാൽ പിന്നെ കുറച്ചുകൂടെ നീണ്ടു കിട്ടുമല്ലോ. ഇല്ല, കൈപ്പറ്റിക്കാൻ വേണ്ടി നിയമപരമായിട്ട് എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ ആലോചിക്കും. സെലക്ഷൻ നോട്ടീസ് മനഃപൂർവ്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ ഉദ്യോഗസ്ഥ തലത്തിൽ ഞങ്ങൾ അവരോട് സംസാരിക്കാം, അല്ലെങ്കിൽ അവരോട് അതിൻ്റെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. വർക്ക് ഓർഡർ ഇതൊക്കെ ഡിലേ വരുത്തുന്ന ചില പരിപാടികളുണ്ട്.